ഹായ് ഫ്രണ്ട്സ്, ക്വിക്ക് റിവിഷൻ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻജിനീയറിംഗ് മെക്കാനിക്സ് ആണ്. തേർഡ് ഗ്രേഡ് ലെവൽ എക്സാം തൊട്ട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഈ എൻജിനീയറിംഗ് മെക്കാനിക്സ്. സോ നമുക്ക് ടോപ്പിക്സിലോട്ട് കിടക്കാം. മെക്കാനിക്സ് മെയിനായിട്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ്, മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡീസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്. നമ്മളിവിടെ പഠിക്കുന്നത് എൻജിനീയറിംഗ് മെക്കാനിക്സ് മെയിനായിട്ടും റിജിഡ് ബോഡീസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിക്കുന്നത്. മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ് വീണ്ടും ഡിവൈഡ് ചെയ്തേക്കുന്നത് സ്റ്റാറ്റിക്സും ഉണ്ട്, ഡൈനാമിക്സും ഉണ്ട്. ഡൈനാമിക്സ് വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കൈനമാറ്റിക്സും കൈനറ്റിക്സും. ഫസ്റ്റ് പോയിന്റ് നോക്കാം. മെക്കാനിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഡീലിംഗ് വിത്ത് ദ സ്റ്റഡി ഓഫ് മോഷൻ വെൻ സബ്ജക്റ്റഡ് ടു ഫോഴ്സ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് സ്റ്റഡി ഓഫ് മോഷനെ പറ്റി ഡീൽ ചെയ്യുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചാണ് മെക്കാനിക്സ്. ആൻഡ് സബ്സിക്വൻറ്റ് എഫക്റ്റ് ഓഫ് ബോഡീസ് ഓൺ ദെയർ എൻവയൺമെൻറ്റ്. ആ ബോഡീസ്, ഡിസ്പ്ലേസ് ചെയ്യുന്ന ബോഡീസിൻ്റെ എൻവയൺമെൻറ്റിലോട്ടുള്ള എഫക്റ്റ്, സബ്സിക്വൻറ്റ് എഫക്റ്റ്, ആഫ്റ്റർ എഫക്റ്റ്, അതിനെപ്പറ്റിയുള്ള സ്റ്റഡിയാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. റിജിഡ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ് ബോഡി ഇൻ വിച്ച് ഡിഫോർമേഷൻ ഈസ് സീറോ ഓർ സ്മോൾ ദാറ്റ് ഇറ്റ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അതായത് ഡീഫോർമേഷൻ ഇല്ലാത്ത ബോഡി, നമ്മളൊരു ഫോഴ്സ് ഒരു ബോഡിയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിയുടെ ഷേപ്പ് മാറാത്ത പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ബോഡീസിനെയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ചെറിയ ഡീഫോർമേഷൻ ഉണ്ടെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യും. അടുത്തത് ഡീഫോമബിൾ ബോഡീസ്, എനി ബോഡി ദാറ്റ് ക്യാൻ ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ് ഓർ വോളിയം വൈൽ ബീയിങ് ആക്റ്റഡ് അപ്പോൺ ബൈ എനി കൈൻഡ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഏതൊരു രീതിയിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് മൂലം ഒരു ബോഡിയുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ വോളിയം ചേഞ്ച് ചെയ്യുകയോ ചെയ്യുന്ന ആ തരത്തിലുള്ള ബോഡീസിനാണ് ഡീഫോമബിൾ ബോഡീസ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റാറ്റിക്സ്, സ്റ്റഡീസ് ഓഫ് ഒബ്ജക്റ്റ് ദാറ്റ് ആർ അറ്റ് റെസ്റ്റ് ഓർ ഇൻ കോൺസ്റ്റൻറ്റ് മോഷൻ. റെസ്റ്റിലിരിക്കുന്ന ബോഡിയോ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മോഷനിലിരിക്കുന്ന ബോഡിയോ, അതിനെക്കുറിച്ചുള്ള ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ആ സ്റ്റഡിയാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഡൈനാമിക്സ് എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ഒബ്ജക്ട്സ് വിത്ത് ആക്സിലറേഷൻ. മോഷനിൽ ഇരിക്കുന്ന, ആക്സിലറേറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്ട്സിൻ്റെ സ്റ്റഡിയാണ് ഡൈനാമിക്സ്. അടുത്തത് കൈനമാറ്റിക്സ്, ഡിസ്ക്രൈബ്സ് ദ മോഷൻ ഓഫ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് കൈനമാറ്റിക്സും. കൈനറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫോഴ്സസ് ദാറ്റ് കോസ് ദ ചേഞ്ച് ഓഫ് മോഷൻ. ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ ചേഞ്ച് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ഫോഴ്സിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് കൈനറ്റിക്സ്. നെക്സ്റ്റ് പോയിന്റ്, സിസ്റ്റം ഓഫ് ഫോഴ്സസ്. ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഈസ് ദ ആക്ഷൻ ഓഫ് വൺ ബോഡി ഓൺ അനദർ. ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡിയുടെ മറ്റൊരു ബോഡിയിലോട്ടുള്ള ഒരു ആക്ഷനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതായത് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. എ ഫോഴ്സ് ടെൻസ് ടു മൂവ് എ ബോഡി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് ആക്ഷൻ. ഒരു ഫോഴ്സ് നമ്മളൊരു ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും ആ ബോഡി മൂവ് ചെയ്യുന്നത്. Action of a force is characterized by its magnitude, by the direction of its action and by its point of application. ഇത് മൂന്നുമാണ് ക്യാരക്ടറൈസ് ചെയ്യുന്നത്. അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ് സിസ്റ്റം ഉണ്ട്. കൊളീനിയർ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഓൾ ഫോഴ്സസ് ആക്ട് അലോങ് ദ സെയിം ലൈൻ. ആ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സെയിം ലൈനിലായിരിക്കും ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, ലൈൻ ഓഫ് ആക്ഷൻ. കോപ്ലനാർ പാരലൽ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഫോഴ്സസ് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് ലൈൻ സിംഗിൾ പ്ലെയിൻ. ഒറ്റ പ്ലെയിനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്, കൂടാതെ തന്നെ അതെല്ലാം പാരലും ആയിരിക്കും. അടുത്ത പോയിന്റ് നോക്കാം. കോപ്ലനാർ കൺകറന്റ് ഫോഴ്സ്, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഓൾ ഫോഴ്സസ് പാസ് ത്രൂ സിംഗിൾ പോയിന്റ് ആൻഡ് ഫോഴ്സസ് ലൈൻ സെയിം പ്ലെയിൻ. സെയിം പ്ലെയിനും ആയിരിക്കും. കോപ്ലനാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്ലെയിൻ ആണ്. കൺകറന്റ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫോഴ്സും ഒരു പോയിന്റിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. കോപ്ലനാർ നോൺ കൺകറന്റ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോപ്ലനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പ്ലെയിൻ ആയിരിക്കും. നോൺ കൺകറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് പോയിന്റിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ആൾ ഫോഴ്സസ് ഡു നോട്ട് മീറ്റ് അറ്റ് എ പോയിന്റ് ബട്ട് ലൈൻ ഇൻ എ സിംഗിൾ പ്ലെയിൻ. നോൺ കോപ്ലനാർ പാരലൽ ഫോഴ്സസ്. നോൺ കോപ്ലനാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്ലെയിൻ ആയിരിക്കത്തില്ല, പക്ഷേ ഫോഴ്സസ് എല്ലാം പാരലൽ ആയിരിക്കും. ഓൾ ഫോഴ്സസ് ആർ പാരലൽ ടു ഈച്ച് അതർ ബട്ട് നോട്ട് ഇൻ ദ സെയിം പ്ലെയിൻ. അടുത്തത് നോൺ കോപ്ലനാർ കൺകറന്റ് ഫോഴ്സസ്. ഓൾ ഫോഴ്സ് ഡു നോട്ട് ലൈൻ ഇൻ സെയിം പ്ലെയിൻ ബട്ട് ദെയർ ലൈൻ ഓഫ് ആക്ഷൻ പാസസ് ത്രൂ എ സിംഗിൾ പോയിന്റ്. കൺകറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നോ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പാസ് ചെയ്യുന്നത് ഒരു പോയിന്റിൽ കൂടെ ആയിരിക്കും. ഓക്കെ, അടുത്തത് ഫോഴ്സസ് ഇൻ സ്ട്രക്ചേഴ്സ്. ഫോഴ്സ് പലതരത്തിലുള്ള ഫോഴ്സ് ഉണ്ട്. ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ആർ ഓഫ് ടു ടൈപ്സ്. എക്സ്റ്റേണൽ ഫോഴ്സും ഉണ്ട്, ഇന്റേണൽ ഫോഴ്സും ഉണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സസ് ദാറ്റ് ആക്ട്സ് ഓൺ ദ സ്ട്രക്ചർ ഫ്രം ഔട്ട്സൈഡ്. അതായത് ഫോഴ്സ് ഔട്ട്സൈഡ് പുറമേ നിന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് എക്സ്റ്റേണൽ ഫോഴ്സും. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എക്സ്റ്റേണലും ഇന്റേണലും. ഗ്രാവിറ്റി ഫോഴ്സ്, ഇമ്പാക്റ്റ് ഫോഴ്സ് ഒക്കെ എക്സ്റ്റേണൽ ഫോഴ്സാണ്. ഇന്റേണൽ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സസ് ദാറ്റ് act between different part of same structure. Internal forces are of 4 type. ടെൻഷൻ ഫോഴ്സ് ഉണ്ട്, അതായത് ഫോഴ്സ് വിച്ച് കോസ് ആൾ പാർട്ടിക്കിൾസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് പുൾ അപ്പാർട്ട്. ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിക്കുക. പാർട്ടിക്കിൾ, ആ ഒരു ഒബ്ജക്റ്റിലുള്ള പാർട്ടിക്കിളിനെ പുൾ അപ്പാർട്ട് ചെയ്യും, രണ്ട് ഡയറക്ഷനിലോട്ട് പുള്ള് ചെയ്യുന്ന ആ ഫോഴ്സാണ് ടെൻഷൻ ഫോഴ്സ്. കംപ്രഷൻ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫോഴ്സ് ദാറ്റ് പാസസ് ഓർ പ്രസസ് ഓർ സ്ക്യൂസസ് ദ പാർട്ടിക്കിൾ ഓഫ് ആൻ ഒബ്ജക്റ്റ്. കംപ്രസ് ചെയ്യും. ഓക്കെ, അടുത്തത് ടോർഷൻ ഫോഴ്സ്, ട്വിസ്റ്റ് ചെയ്യും. ദ ഇന്റേണൽ ട്വിസ്റ്റിംഗ് ഫോഴ്സ് ക്രിയേറ്റഡ് ഇൻ ആൻ ഒബ്ജക്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് ട്വിസ്റ്റിംഗ് മോഷൻ ബീങ് അപ്ലൈഡ് ടു ദ ഒബ്ജക്റ്റ്. ട്വിസ്റ്റിംഗ് കാരണം ഉണ്ടാകുന്ന ആ ഫോഴ്സാണ് ടോർഷൻ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെന്നി നീങ്ങുന്നത് പോലെ. അതായത് ദ ഫോഴ്സ് ആക്ടിങ് ഇൻ ആൻ ഒബ്ജക്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് പുഷ് ആൻഡ് ഓർ പുൾ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ യൂഷ്വലി റിസൾട്ട് ഇൻ റിപ്സ് ഓർ ടിയേഴ്സ് ഇൻ ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, അതാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നമുക്ക് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ നോക്കാം. 3 ലോസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഫസ്റ്റ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് വിൽ സ്റ്റേ അറ്റ് റെസ്റ്റ് ആൻഡ് ആൻ ഒബ്ജക്റ്റ് ഇൻ മോഷൻ വിൽ സ്റ്റേ ഇൻ മോഷൻ അൺലെസ് ആക്റ്റഡ് ഓൺ ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ദിസ് ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് ആൻ പ്രിൻസിപ്പിൾ ഓഫ് ഇനർഷ്യ. അതായത് ഒരു റെസ്റ്റിലിരിക്കുന്ന ബോഡിയോ അല്ലെങ്കിൽ യൂണിഫോമിലി മൂവ് ചെയ്യുന്ന ബോഡിയിലോ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യാത്തിടത്തോളം കാലവും ആ ഒരു മോഷൻ കണ്ടിന്യൂ ചെയ്യും. റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിലിരിക്കും, യൂണിഫോം മോഷനിലാണെങ്കിൽ ആ മോഷനിൽ കണ്ടിന്യൂ ചെയ്യും. ആ ഒരു ലോ ആണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. പ്രിൻസിപ്പിൾ ഓഫ് ഇനേർഷ്യ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനേർഷ്യ ഡിഫൈൻ ചെയ്യുന്നത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ആണ്. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഓവർ ടൈം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ആൻഡ് ഒക്കർ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ഫോഴ്സ് ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ പറയുന്ന സെക്കൻഡ് ലോ. ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. അടുത്തത് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ ആക്ഷനും ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ കാണും, അത് ആക്ഷന് ഈക്വൽ ആയിരിക്കും റിയാക്ഷൻ. അടുത്തത് ഫ്രീ ബോഡി ഡയഗ്രാം എന്താണെന്ന് നോക്കാം. ഫ്രീ ബോഡി ഡയഗ്രാംസ് ആർ യൂസ്ഡ് ടു ഷോ റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സിൻ്റെയും റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഷോ ചെയ്യാൻ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണിക്കാൻ വേണ്ടി വരയ്ക്കുന്ന ബോഡി, ആ ഡയഗ്രമാണ് ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റ് മസ്റ്റ് ബി ഐസൊലേറ്റഡ് ആൻഡ് ഫ്രീ ഓഫ് ഇറ്റ്സ് സറൗണ്ടിങ്. സപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യും. ആ ബോഡിയിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാത്രം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഇൻ ഫ്രീ ബോഡി ഡയഗ്രാം ദ ഫോഴ്സസ് ആൻഡ് മൊമെൻറ്റ്സ് ആർ ഷോൺ അറ്റ് ദ പോയിന്റ് ഓഫ് ദെയർ ആപ്ലിക്കേഷൻ. അതായത് ആ ഫോഴ്സ് അല്ലെങ്കിൽ മൊമെൻറ്റ് ആക്ട് ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷനിൽ നമ്മളത് റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കും. ഫ്രീ ബോഡി ഡയഗ്രാം ഡസ് നോട്ട് ഷോ എനി ഇൻറ്റേർണൽ ഫോഴ്സ് ബട്ട് ഷോ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ എ ബോഡി. ഇന്റേണൽ ഫോഴ്സ് കാണിക്കത്തില്ല, പക്ഷേ എക്സ്റ്റേണൽ ആയിട്ട് ആ ബോഡിയിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രത്തിൽ കാണിക്കും. അടുത്തത് വെൻ എ ബോഡി ഈസ് അറ്റ് ഇക്വിലിബ്രിയം ദ റിസൾട്ടന്റ് ഓഫ് ഓൾ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഈസ് 0. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, അതായത് റെസ്റ്റിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ബോഡിയിൽ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഫ്രണ്ട്സ്, നമ്മുടെ അമേസ് അക്കാഡമി ആപ്പിൽ മോക്ക് ടെസ്റ്റ് സീരീസ്, ഓവർസിയർ സെക്കൻഡ് ഗ്രേഡിൻ്റെ മോക്ക് ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കണ്ടക്ട് ചെയ്യുന്ന മോക്ക് ടെസ്റ്റിൻ്റെ കൂടെ ഒപ്പം തന്നെ നമ്മൾ ഈ റിവിഷൻ സീരീസ്, അതായത് നമ്മൾ ഈ ക്വിക്ക് റിവിഷൻ സീരീസിൻ്റെ PDF ഫോർമാറ്റ് നോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതുവരെയും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓവർസിയർ ഗ്രേഡ് 2ൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് എത്രത്തോളം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യുക. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞാലേ PSC ഡയറക്റ്റ് എക്സാം എഴുതി കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ.
കൂടുതലും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. സോ എല്ലാവരും ഇതൊന്ന് മൈൻഡിൽ വെച്ചിരിക്കുക. അടുത്ത 3 ഫോഴ്സ് തിയറം എന്താണെന്ന് നോക്കാം. ഇഫ് 3 ഫോഴ്സസ് ആർ ആക്ടിങ് ഓൺ എ ബോഡി then the system of 3 forces are in equilibrium must be coplanar and either be concurrent or be parallel. അതായത് 3 ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുമ്പോൾ ആ 3 ഫോഴ്സസ് ഇക്വിലിബ്രിയം, ആ ഫോഴ്സ് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ആ 3 ഫോഴ്സും കോപ്ലനാർ ആയിരിക്കണം, അത് മസ്റ്റാണ്. അല്ലെങ്കിൽ കോപ്ലനാറിൻ്റെ കൂടെ കൺകറൻറ്റോ പാരലോ അതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കണം. അതായത് കോപ്ലനാർ ആയിരിക്കണം, കോപ്ലനാറും കൺകറൻറ്റും ആവാം, അല്ലെങ്കിൽ കോപ്ലനാറും പാരലും ആവാം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ആ 3 ഫോഴ്സും നമുക്ക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അതാണ് 3 ഫോഴ്സ് തിയറം. ലാമീസ് തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ 3 കോപ്ലനാർ കൺകറൻറ്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ആർ കെപ്റ്റ് ഇൻ ഇക്വിലിബ്രിയം. 3 കോപ്ലനാറും കൺകറൻറ്റുമായിട്ടുള്ള ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുമ്പോൾ അത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ then each force is proportional to sine of the angle between other 2 forces. അതായത് ഒരു ഫോഴ്സ്, ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, F1 എന്ന് പറയുന്ന ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 F2 F3 ഇടയ്ക്കുള്ള ആംഗിൾ, അതിൻ്റെ സൈൻ ഓഫ് ആംഗിൾ, ആ റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് F1 ബൈ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ F2 ആൻഡ് F3 ആൻഡ് F2 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ F1 ആൻഡ് F3, ആ റേഷ്യോ ഈക്വൽ ആയിരിക്കും. ഇതാണ് ലാമീസ് തിയറം. അടുത്തത് വേരിഗ്നോൺസ് തിയറം എന്താണെന്ന് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഡെഫിനിഷൻ തന്നിട്ട് ഇത് ഏത് തിയറമാണ്, അല്ലെങ്കിൽ വേരിഗ്നോൺസ് തിയറം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ ഓരോ ഓപ്ഷനിൽ കൊടുത്തിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അത് കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. It states that the moment of a force about any point is equal to the sum of moments of the component of that force about the same point. ഒരു ഫോഴ്സ് കാരണം ഒരു പോയിന്റ്, അബൌട്ട് ഒരു പോയിന്റിൽ ആ ഫോഴ്സ് കൊണ്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത് ആ ഫോഴ്സിന്റെ കോമ്പോണന്റിന്റെ മൊമെന്റുകൾക്ക് സമ്മിന് ഈക്വൽ ആയിരിക്കും. അതായത് R എന്ന് പറയുന്ന ഒറിജിനിൽ നിന്നും ആ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് R. ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് F1 F2 F3 അതിൻ്റെ സമ്മും ഇൻറ്റു R, അതാണ് ആ മൊമെന്റ്. ടോട്ടൽ ഫോഴ്സിന്റെ മൊമെന്റ് അതാണ് ആ ടോട്ടൽ F ഇൻറ്റു R എന്ന് പറയുന്നത്. ആ ഫോഴ്സ് നമുക്ക് കോമ്പണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് F1 F2 F3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് F1 ഇൻറ്റു R, ആ കോമ്പണന്റിന്റെ മൊമെന്റിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് വേരിഗ്നോൺസ് തിയറം. അടുത്തത് കപ്പിൾ എന്താണെന്ന് നോക്കാം. മൊമെന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ 2 ഈക്വൽ ഓപ്പോസിറ്റ് ആൻഡ് നോൺ കൊളീനിയർ ഫോഴ്സ് കാരണം ക്രിയേറ്റ് ചെയ്യുന്ന ആ മൊമെന്റ് ആണ് കപ്പിള്. ആ 2 ഫോഴ്സ് സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ആയിരിക്കും. അത് കൊളീനിയർ ആയിരിക്കത്തില്ല, നോൺ കൊളീനിയർ ആയിരിക്കും. ആ F ഇൻറ്റു D, 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റ് ആണ് കപ്പിള്. അതായത് M = F ഇൻറ്റു D. 2 coupled producing same moment are equivalent. The 2 couple lie in parallel plane ആയിരിക്കണം. The 2 couple having same sense or tendency to cause rotation in the same direction. ഓക്കെ, അടുത്തത് ഫ്രിക്ഷൻ ആണ് പഠിക്കുന്നത്. When a body slides over another body, a resisting force is exerted at the surface of contact by stationary body on moving body. ദിസ് ഈസ് കോൾഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതായത് ഒരു സ്റ്റേഷനറി ബോഡി ഉണ്ട്, ഒരു മൂവിങ് ബോഡി ഉണ്ട്. ആ മൂവിങ് ബോഡി സ്റ്റേഷനറി ബോഡിയുടെ മുകളിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ സ്റ്റേഷനറി ബോഡി മൂവിങ് ബോഡിയുടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന, മൂവ് ചെയ്യാതിരിക്കുന്ന ബോഡി, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ സർഫസിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഒരു ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, മൂവിങ് ബോഡിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആ ഫോഴ്സ്. അതാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ആക്ട് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് അപ്ലൈഡ് മോഷൻ. സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ദ മാക്സിമം ഫ്രിക്ഷൻ ഫോഴ്സ് ദാറ്റ് ക്യാൻ ബി ഡെവലപ്ഡ് അറ്റ് ദ കോണ്ടാക്ട് സർഫസ് വെൻ ദ ബോഡി ഈസ് ജസ്റ്റ് ഓൺ ദ പോയിന്റ് ഓഫ് മൂവിങ് ഈസ് കോൾഡ് ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. മാക്സിമം ഫ്രിക്ഷൻ ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉള്ള മാക്സിമം ഫ്രിക്ഷനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് നേച്ചർ ഓഫ് ഫ്രിക്ഷൻ നോക്കാം. ഡ്രൈ ഓർ കൂളം ഫ്രിക്ഷൻ. ദിസ് കം ഇൻ ടു ആക്ഷൻ വെൻ ദ കോണ്ടാക്ട് സർഫസ് ഈസ് ഡ്രൈ. കോണ്ടാക്ട് സർഫസ് ഡ്രൈ ആകുമ്പോഴാണ് ഡ്രൈ ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഉണ്ട്, റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് വെൻ എ ബോഡി സ്ലൈഡ്സ് ഓവർ ദ അനദർ.
ഒരു ബോഡി മറ്റൊരു ബോഡിയിലൂടെ സ്ലൈഡ് ചെയ്യുമ്പോഴാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ വരുന്നത്. ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് വെൻ എ ബോഡി റോൾസ് ഓവർ അനദർ ആണെങ്കിൽ റോളിംഗ് ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് കം ഇൻ ടു ആക്ഷൻ വെൻ ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ കോണ്ടാക്റ്റിംഗ് സർഫസ്. ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് രണ്ട് മൂവിംഗ് ബോഡിയുടെ ഇടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡെവലപ്സ് വെൻ നോ റിലേറ്റീവ് മോഷൻ എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ കോണ്ടാക്റ്റിംഗ് സർഫസ്. ആ കോണ്ടാക്ട് സർഫസ് തമ്മിൽ ഒരു മൂവ്മെൻറ്റും നടക്കാത്ത ആ ഒരു സമയത്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡെവലപ്സ് വെൻ ദർ ഈസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ കോണ്ടാക്റ്റിംഗ് സർഫസ്. നമുക്കറിയാം റിലേറ്റീവ് മോഷൻ ഉള്ളപ്പോഴാണ് ഡൈനാമിക് ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് ലോസ് ഓഫ് സോളിഡ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ആക്ട്സ് ടാൻജൻഷ്യൽ ടു കോണ്ടാക്ട് സർഫസ് ആൻഡ് ഓൾവേസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് മോഷൻ. അത് നമുക്കറിയാം ഓൾവേസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതെന്ന് പറയുന്നത് ആ കോണ്ടാക്ട് സർഫസിന് ടാൻജൻഷ്യൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഫ്രിക്ഷൻ ആക്ട് ടാൻജൻഷ്യൽ ടു കോണ്ടാക്ട് സർഫസ്. അടുത്തത് ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് മാക്സിമം അറ്റ് ദ ടൈം ഓഫ് മോഷൻ ഈസ് എബൌട്ട് ടു ബിഗിൻ. അതായത് ഫ്രിക്ഷൻ ഫോഴ്സ് മാക്സിമം ആയിരിക്കും എബൌട്ട് ടു ബിഗിൻ. അതായത് ആ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ ആ ഒരു പോയിന്റിൽ, സ്റ്റാർട്ടിംഗ് പോയിന്റിലായിരിക്കും മാക്സിമം ഫ്രിക്ഷൻ ഫോഴ്സ്. അതാണ് നമ്മൾ പറഞ്ഞത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് വേരി ഫ്രം 0 ടു മാക്സിമം. 0യിൽ നിന്നും മാക്സിമം വരെ ആയിരിക്കും ആ പോയിന്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഡിപ്പെൻഡൻറ്റ് ഓഫ് ഏരിയ ആൻഡ് ഷേപ്പ് ഓഫ് കോണ്ടാക്ട് സർഫസ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആ കോണ്ടാക്ട് സർഫസിൻ്റെ ഏരിയയും ഷേപ്പിനെയും ഡിപ്പെൻഡ് ചെയ്യും. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ നേച്ചർ ഓഫ് കോണ്ടാക്ട് സർഫസ്. കോണ്ടാക്ട് സർഫസിൻ്റെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതായത് റഫ് ആണോ സ്മൂത്ത് ആണോ അനുസരിച്ച് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വേരി ചെയ്യും. അടുത്തത് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും മോഷൻ ആ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന്. എന്നാൽ വെലോസിറ്റിക്ക് ഇൻഡിപെൻഡൻ്റ് ആണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ദ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. റേഷ്യോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. റേഷ്യോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ടു നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അതെന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ്. സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു ആ കോണ്ടാക്ട് സർഫസ് തമ്മിൽ മൂവ്മെൻ്റ് ഇല്ല. ആ കണ്ടീഷനിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് ടേംസ് റിലേറ്റ് ചെയ്ത് ഫ്രിക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ടേംസ് നമുക്ക് നോക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ. ദ റേഷ്യോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ടു നോർമൽ റിയാക്ഷൻ ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. മ്യൂ എന്ന് പറയുന്നത് F/N. എഫ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷൻ എന്നും ആയിരിക്കും. ഫോർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മ്യൂ എസ് ഇസ് ഈക്വൽ ടു Fs/N. സ്റ്റാറ്റിക് ലിമിറ്റിംഗ് ഫ്രിക്ഷനും ബൈ നോർമൽ റിയാക്ഷൻ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും. കൈനറ്റിക് ഫ്രിക്ഷൻ മ്യൂ കെ ഇസ് ഈക്വൽ ടു Fk/N. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഫൈ എന്ന് പറയുന്നത് ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ റിയാക്ഷൻ N ആൻഡ് റിസൾട്ടൻറ്റ് ഫോഴ്സ് R ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫൈ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ ആറും റിസൾട്ടൻറ്റ് ഫോഴ്സ് ആറും നോർമൽ റിയാക്ഷൻ എന്നും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. മ്യൂ ഈസ് ഈക്വൽ ടു ടാൻ ഫൈ. മ്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ്. അടുത്ത ആംഗിൾ ഓഫ് റീപോസ് എന്താണെന്ന് നോക്കാം. ആൽഫ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. വിത്ത് ഇൻക്രീസ് ഇൻ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് സർഫസ്. ഇൻക്ലൈൻഡ് സർഫസിൻ്റെ ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ദ മാക്സിമം ആംഗിൾ അറ്റ് വിച്ച് ബോഡി സ്റ്റാർട്ട്സ് സ്ലൈഡിങ് ഡൗൺ. ആ നമ്മൾ ഒരു സർഫസിൽ ഒരു ബോഡി വെച്ചിട്ട് ആ സർഫസ് ഇൻക്ലൈൻഡ് ചെയ്ത് മാക്സിമം ആംഗിൾ ആ ബോഡി ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു പൊസിഷനിൽ വരുന്ന ആ ഒരു ആംഗിളാണ് ആംഗിൾ ഓഫ് റീപോസ് ആൽഫ. മ്യൂ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഇസ് ഈക്വൽ ടു ടാൻ ആൽഫയാണ്. അടുത്തത് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ് എഫ് ഈസ് ഗ്രാജുവലി ചേഞ്ച്ഡ് ത്രൂ 360 ഡിഗ്രി. അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ 360 ഡിഗ്രിയിൽ ചേഞ്ച് ചെയ്യും, ഗ്രാജുവലായിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ദ റിസൾട്ടൻറ്റ് ആർ ജനറേറ്റ് എ റൈറ്റ് സർക്കുലർ കോൺ വിത്ത് സെമി വെർട്ടെക്സ് ആംഗിൾ ഈക്വൽ ടു 5. സെമി വെർട്ടെക്സ് ആംഗിൾ 5 ക്രിയേറ്റ് ചെയ്യും. ആ റിസൾട്ടൻറ്റ് ആർ ഒരു റൈറ്റ് സർക്കുലർ കോണ് ക്രിയേറ്റ് ചെയ്യും. ദിസ് ഈസ് കോൾഡ് കോൺ ഓഫ് ഫ്രിക്ഷൻ. ആ കോണിനെയാണ് നമ്മൾ കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോട്ടൽ റിയാക്ഷൻ എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
എഫ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. എഫ് എന്ന് പറയുന്നത് നോർമൽ ഫ്രിക്ഷണൽ ഫോഴ്സും അപ്ലൈഡ് ഫോഴ്സും, ആർ എന്ന് പറയുന്നത് റിയാക്ഷനും ആയിരിക്കും. സോ ലാസ്റ്റ് പോയിന്റ്, സെൽഫ് ലോക്കിംഗ് മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ഫ്രിക്ഷൻ ഫോഴ്സസ് ഈസ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണെന്ന് നമുക്കറിയാം, മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. വെൻ ഫ്രിക്ഷണൽ ഫോഴ്സസ് ഈസ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് ഈസ് നോട്ട് ഇനഫ് ടു കോസ് മോഷൻ, സച്ച് സ്റ്റേറ്റ് അട്രിബ്യൂട്ട് ടു സെൽഫ് ലോക്കിംഗ്. അതായത് മോഷൻ ക്രിയേറ്റ് ചെയ്യത്തില്ല, ലിമിറ്റിംഗ് ഫ്രിക്ഷനെക്കാട്ടിയും കൂടുതലാണെങ്കിലേ, ആ ഫോഴ്സ് കൂടുതലാണെങ്കിലേ ബോഡി മൂവ് ചെയ്തുള്ളൂ. ആ സ്റ്റേറ്റ് ആണ് സെൽഫ് ലോക്കിംഗ് മെക്കാനിസം. സോ ഇതോടെ മെക്കാനിക്സിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നമ്മൾ 2 പാർട്ടായിട്ടാണ്, സെറാമിക്സ് ചെയ്ത കണക്ക് 2 പാർട്ടായിട്ടാണ് മെക്കാനിക്സും കവർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.